അല്ല, ഉണ്ണിമുതൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ വിളിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പക്ഷേ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഉണ്ണിമുകുന്ദൻ ഗുജറാത്തിൽ നിന്ന് വന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഗോഡ് ഫാദർ സഹായവുമില്ലാതെ പാരമ്പര്യമൊന്നുമില്ലാതെ അദ്ദേഹം മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ. അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളുമുണ്ട്. അങ്ങനെ ഒരു വിവാദങ്ങളും കരിയറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു വിവാദം ഇപ്പോൾ തലപൊക്കി വന്നിരിക്കുകയാണ്. അത് മാനേജറെ തല്ലി എന്നും പറഞ്ഞു. വിപിൻ എന്ന് പറഞ്ഞ മാനേജറെ തല്ലി എന്നും പറഞ്ഞു ആണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച. എന്താണ് ഈ വിഷയത്തിൻ്റെ കാരണം? എന്താണ് ഈ വിപിനെ നാട്ടിൽ നിന്ന് അതിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് തല്ലി കണ്ണറ പൊട്ടുകയും ചെയ്തു എന്ന പുതിയ ആരോപണം. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് തന്നെ കേൾക്കാം. 6 വർഷമായിട്ട് ഉണ്ണോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എന്ന് അയക്കൽ. അപ്പോൾ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ചെയ്ത ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എത്ര രൂപ പറയാത്തിട്ട് പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാൻ പറ്റുന്ന പടം ഗൂഗിളിൽ നിന്ന് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. പുള്ളി ഇവിടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ ചോദിക്കുന്നത്. ഒരു വീടുണ്ടായിരുന്ന ആരും ഇതിനെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. കുറേ സിനിമകൾ അദ്ദേഹത്തിന് പരാജയപ്പെട്ടു. മാർക്കോയ്ക്ക് ശേഷം നല്ലൊരു ഹിറ്റ് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ പുള്ളിക്കുണ്ട്. പിന്നെ നരിവേട്ടയെ പ്രശംസിച്ചത് കാരണം തന്നെ കയറി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് ഉണ്ണിമുകുന്ദൻ എന്നുള്ള വ്യക്തി, അതായത് ഉണ്ണിയേട്ടനെ പല കാര്യങ്ങൾക്കും മുൻപും ഇതിനൊരു വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫസ്റ്റാണ് മേജർ രവി ആയിട്ടുള്ളൊരു ഇടി അത് അദ്ദേഹത്തെ പിടിച്ചിടിച്ചത്. അത് ഒരു കാരണം ഉണ്ടാക്കിയിട്ടാണ്. അതായത് ഗുജറാത്തി ഭാഷയിൽ എന്താ അച്ഛനമ്മേനെ വിളിച്ചു. അത് കണ്ട് പ്രകോപിതനായി കയറി അദ്ദേഹം തല്ലുകയുണ്ടായി. ആ ഒരു വിവാദം ഇറങ്ങിക്കഴിഞ്ഞാണ് ശേഷമാണ് അദ്ദേഹം പിന്നീട് പ്രകോപമായിക്കേണ്ടത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റുമായിട്ടുള്ള വിഷയത്തിനകത്ത്. അത് അച്ഛനും അമ്മയും പറഞ്ഞ് ഫോണിൽ വിളിച്ച സംഭാഷണം നമ്മൾ ഓൾറെഡി കേട്ടതൊക്കെയാണ്. അയാളെ ശരിക്കും കരി കൊണ്ടിട്ടൊക്കെയാണ് സംസാരിച്ചത്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ അന്യൻ സിനിമ ഉണ്ടല്ലേ, അതിനകത്ത് അമ്പി അന്യൻ ക്യാരക്ടർ പോലെയാണ് ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈഫിൽ. അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിലും ഒരു സാധാരണ രീതിയിലൊക്കെ നല്ലൊരു ക്ഷമയോടെയൊക്കെ നല്ല രീതിയിൽ നല്ല പക്വതയോടെ നല്ല മാന്യമായി പെരുമാറുന്നൊരു വ്യക്തി. പെട്ടെന്ന് അതേപോലെ തന്നെ കോപിഷ്ഠനാവുന്നുമുണ്ട്. അത് അന്യനെ പോലെ മാറുന്നുണ്ട്, പ്രവേശം ചെയ്യുന്നുമുണ്ട്. അത് മൊബൈൽ തട്ടിപ്പറിച്ചപ്പോൾ അത് സീക്രട്ട് ഏജൻറ്റുമായിട്ടുള്ള കോളിങ് നിങ്ങൾ കേട്ടാൽ തന്നെ അറിയാം എന്തുമാത്രം കലി കൊണ്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് കോളിൽ സംസാരിച്ചാണ് നന്നായത്. നേരിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ബെഡേ കിടന്നത്. അത് കൈ കിട്ടിയതിന് കൂട്ടാൻ. അതുപോലെയാണ് മേജർ രവി. അതൊന്ന് നിങ്ങൾ മുമ്പ് ആലോചിച്ച് നോക്കണം. പട്ടാളക്കാരനാണ്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലും കൊണ്ട് ഈ വെടി വെക്കണതൊക്കെ നെറ്റിയിലൊക്കെ വെടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാവമൊന്നും ഉണ്ടല്ലോ, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു യുദ്ധങ്ങൾ പങ്കെടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പരിചയമുള്ള പട്ടാളക്കാരനെ മുമ്പ് നിൽക്കണ ആരാണോ പുള്ളിക്കാർ നോട്ടം വരും, നല്ലതായിട്ട് പെരുമാറുകയും ചെയ്യും. ഇവിടെ എന്നാൽ ഞാൻ പറഞ്ഞു വെച്ചത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട്, അത് തനിക്ക് വേദനിപ്പിക്കാത്ത എന്തെങ്കിലും കാരണമില്ലാണ്ട് ആരെയും മുന്നേറ്റം മർദ്ദിക്കില്ല. ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചതല്ലേ ദേഷ്യപ്പെട്ടിട്ടില്ല. മൊബൈൽ വിഷയം എടുത്ത് നോക്കിയാൽ ആ മൊബൈൽ അടിച്ചു വെച്ചുകൊണ്ട് പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാതെ പോയി. അതുപോലെ പുള്ളിക്ക് പ്രകോപനമായിട്ട് എന്തെങ്കിലും പുള്ളി ചെയ്യുമ്പോഴാണ് പുള്ളി അറ്റാക്ക് ചെയ്യുന്നത്. അത് ഈ സിനിമയുടെ എങ്ങാണ്ട് പോസ്റ്റർ എഴുതിയെന്നും പറഞ്ഞാണ്, സിനിമയിൽ പ്രശംസിച്ചു എന്നും പറഞ്ഞൊന്നും പുള്ളി മർദ്ദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവർ ഉണ്ണിമുകുന്ദനും തിക്ക് ഫ്രണ്ട്സാണ്. അതായത് ഒരുമിച്ച് വന്നവർ ഉണ്ണിമുകുന്ദനും ടൊവിനോയും തിക്ക് ഫ്രണ്ട്സ് തന്നെയാണ്. ഇവർ ഒരുമിച്ചാണ് സിനിമയിലൊക്കെ വന്നത്. ഇവരും ടൊവിനോയാണെങ്കിലും ഒരു സിനിമ പാരമ്പര്യമൊന്നുമില്ലാതെ ഒരു പാരമ്പര്യ സിനിമയിൽ തൻ്റേതായ സ്ഥാനം പിടിച്ച അങ്ങനെയാണ്. അദ്ദേഹത്തിന് നരിവേട്ട ഹിറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്തെന്ന നിലയിൽ അവർ തമ്മിൽ ഫ്രണ്ട്സൊക്കെയാണ്. സുഹൃത്തെന്ന നിലയിൽ പുള്ളി സന്തോഷിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ അങ്ങനെ അസൂയുള്ളതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പുള്ളിയതായിട്ട് സാധനം കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്. മാർക്കോ ശേഷം വലിയ ഹിറ്റൊന്നുമില്ല.
എന്നിരുന്നാലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സാധാരണ നിലകളിലെത്തുമ്പോൾ അത് മസ്താനി അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തോ സാധാരണ നിലയിൽ വന്നപ്പോൾ ചത്തപ്പോഴുണ്ടാവില്ലേ, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല എന്നാണ് ഉണ്ണിമുകുന്ദൻ അന്ന് ഇൻ്റർവ്യൂ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച അത് ഇഷ്ടപ്പെടാത്ത ചിലരൊക്കെ നമ്മുടെ കൂടെ കാണുമല്ലോ. ഒരാളുടെ വളർച്ച ഇഷ്ടപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ശത്രുക്കളായിരിക്കില്ല, നമ്മുടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്കത് ഭാരമായാണ്. അതില്ലാതാണോ എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും ഇദ്ദേഹം ഒരുപാട് സത്യം വിളിച്ചു പറയാനുണ്ടെന്നുള്ളതാണ്. വിളിച്ച് എന്ത് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എന്താണെന്ന് ഇയാൾ വിളിച്ചു പറയുന്നുള്ളതാണ്. ഇയാൾ ഓൾറെഡി എല്ലായിടത്തും പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ എന്താണ് ഇദ്ദേഹം പുറത്ത് പറയാൻ പോകുന്നുള്ളത്, ഉണ്ണിയേട്ടൻ്റെ ഭാഗത്ത് എന്താണ് പ്രതികരണം, അതൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയേണ്ട കാര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ണിയേട്ടൻ എന്തെങ്കിലും കാര്യമില്ലാണ്ട് പുള്ളി വർദ്ധിക്കില്ല, 100% എനിക്ക് ഉറപ്പുണ്ട്. എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് അത് ആരെയും അറ്റാക്ക് ചെയ്യില്ല. എന്തെങ്കിലും തന്നെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമാണ്, അതൊരിക്കലും ടൊവിനോടെ ആ സിനിമ വിജയിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. കന്നഡയൊക്കെ ചവിട്ടി പൊട്ടിച്ചു എന്നുള്ളത് എങ്ങേർക്കിട്ട് നല്ല കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. വലിയ എന്തെങ്കിലും പുള്ളി എന്തെങ്കിലും പ്രകോപനമായി ഇരിക്കുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യും. കാരണം ഒരു മുൻ പട്ടാളക്കാരനെ കയറി ഇടിച്ചാണ്, പിന്നെ ഈ മാനേജർ ഇടിക്കുന്നതിന് അത്ര വല്ല പാടും വരും. പക്ഷെ എന്നിരുന്നാലും അത് എന്താണ് അതിൻ്റെ കാരണമെന്നും അത് മർദ്ദിച്ചതിലെന്ത് ന്യായമുണ്ടോ എന്നും നമുക്ക് ഉണ്ണിയേട്ടൻ്റെ ഭാഗമായിട്ട് പ്രതികരണം വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു വ്യക്തത, അയാൾ എന്തോ പറയാമെന്നല്ല, അതെന്തായാലും ഇരു കൂട്ടരുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് ഇനി അടുത്തതിൽ പറയാനാവൂ. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടാവും, തീർച്ചയായിട്ടും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഉണ്ണിയേട്ടൻ്റെ പ്രതികരണം എന്തെന്ന് അറിഞ്ഞതിന് ശേഷം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുപോലെ സൈന വ്ളോഗ്സ് സൈനിങ് ഓഫ്.